നിങ്ങളുടെ ആവശ്യം എന്താണ്? തുറന്ന് പരിശോധിച്ചിട്ട് ഞങ്ങൾ അദ്ദേഹം അവിടെ ഉണ്ടോ എന്നറിയുക ആദ്യം ഒന്ന്, പിന്നെ അദ്ദേഹം എങ്ങനെ മരണപ്പെട്ടു അതേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ ആചാരങ്ങൾക്കോ മറ്റു പ്രവർത്തനങ്ങൾക്കോ ഒന്നും ഞങ്ങൾ ഇവിടെ തടസ്സക്കാരല്ല. പിന്നെ ഇവിടെ പറയുന്നത് പോലെ ഹിന്ദുവോ മുസ്ലിമോ ഒന്നുമല്ല. ഞങ്ങളെല്ലാം ഒരു ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു സ്ഥലമാണിത്. ഞങ്ങളിപ്പോൾ പെട്ടെന്ന് ദിവസം ഒരു രാവിലെ കഴിച്ചപ്പോൾ ഒരാൾ മരണപ്പെട്ടു എന്നൊരു പോസ്റ്റർ കാണുന്നു. അങ്ങനെ എവിടെയെങ്കിലും ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്? ഒരാൾ പോലും അറിയാതെ ഒരാൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അല്ല, എല്ലാവരെയും അവിടുന്ന് പുറത്താക്കിയതിന് ഒരു വിഭാഗം ആളുകൾ അകത്ത് നിൽക്കുന്നു എന്നതാണ് നിങ്ങളുടെ പ്രശ്നം. അതെ, അത് RSS ആണ് നിൽക്കുന്നത്. അവർ RSSും BSDPയുടെ നേതാക്കളുമായിട്ടുള്ളവരാണ് അവിടെ നിൽക്കുന്നത്. അവരാണ് നിൽക്കുന്നത്. അവരെന്താണ് പോലീസ് മാറ്റാത്തത്? അതാ ഞങ്ങൾ പോലീസിനോട് ചോദിക്കും. ഞങ്ങൾ ഉണ്ടാക്കി ഇതിൽ നേട്ടം കൊയ്യാൻ വേണ്ടി നിൽക്കുന്നവരാണ്. പോലീസ് ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥ വന്ന സാഹചര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കാമെന്നാണ് ഇപ്പോൾ സബ് കളക്ടർ. ഞങ്ങൾക്ക് പോലീസിൽ നല്ല വിശ്വാസമുണ്ട്. പോലീസ് നല്ല തീരുമാനമെടുക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പോലീസ് കൃത്യമായ അതിലൊരു നിലപാടെടുത്താൽ മാത്രം മതി. ഞങ്ങൾക്ക് അതിലൊന്നും വേറെ ഒരു 1-2 മണിക്കൂർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങളിവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നവരുമല്ല. അവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നവർ. അവരാണ് വർഗീയത പറയുന്നവർ. അവരാണ് ഹിന്ദുവും മുസൽമാനും എന്ന് പറഞ്ഞ് വേർതിരിച്ച് ഇവിടെ പുറത്തു നിൽക്കുന്നവരെ കാണുന്നത്. അങ്ങനെയില്ല. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവരും ഒന്നുപോലെയാണ്. ഹിന്ദുവായാലും മുസൽമായാലും എല്ലാം ഞങ്ങൾക്ക് ഒന്നുപോലെയാണ്. അതേ ഉള്ളൂ. ഞങ്ങൾക്ക് അയാൾ അവിടെ ഉണ്ടോ എന്നറിയുക, ഇതെങ്ങനെ മരണപ്പെട്ടു, അത്രേ ഉള്ളൂ. അതിലും വേറെ ഞങ്ങൾക്ക് വേറെ അവരെ ആചാരങ്ങൾക്കോ മറ്റു പ്രവർത്തനങ്ങൾക്കോ ഒന്നും ഞങ്ങൾ തടസ്സമല്ല. പിന്നെയും പറയണം, ഞങ്ങൾ തടസ്സമല്ല. എന്ത് പ്രവർത്തനവും ചെയ്യട്ടെ, അവിടെ കോവിലോ എന്തോ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും കെട്ടട്ടെ, അതിനൊന്നും പ്രശ്നമല്ല. അദ്ദേഹം അവിടെ ഉണ്ടോ എന്നറിയാം ആദ്യം. അതാണ് അവിടെ പൊളിച്ച് നോക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് അറിയാൻ കഴിയൂ. പിന്നെ ഇതെങ്ങനെ മരണപ്പെട്ടു എന്നറിയാം. ഇത് 2 ആവശ്യങ്ങളെ ഞങ്ങൾക്കുള്ളൂ. നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങളുടെ ആവശ്യം അത് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം. ആ വിഷയം ഇപ്പോൾ വിശ്വാസ തലത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായിട്ടുള്ള കാര്യം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നെയ്യാറ്റിൻകരയിൽ താമസിക്കുന്ന ഗോപൻ സ്വാമി എന്നറിയപ്പെടുന്ന ഒരു വയോധികൻ സമാധിയായതായി ഇദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ അറിയിക്കുന്നത്. അദ്ദേഹം അവസാന സമയത്ത് അദ്ദേഹം ഒരു പത്മപീഠക്കല്ലുണ്ടാക്കിയിരുന്നു. ആ പത്മപീഠക്കല്ലിൽ അദ്ദേഹം പോയി സമാധിയായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ പറയുന്നത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള ഒരു ദുരൂഹതയുണ്ട്. കാരണം സാധാരണഗതിയിൽ ഒരാൾ മരണപ്പെട്ടാൽ അത് നാട്ടുകാർക്കൊക്കെ അറിയുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ ഈ ഗോപൻ സ്വാമിയുടെ വിഷയത്തിൽ അദ്ദേഹം മരണപ്പെട്ട വിവരം ആരും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം പത്മപീഠക്കല്ലിൽ പോയി സമാധിയായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മക്കൾ പറയുന്ന കാര്യമാണ്. ഇക്കാര്യം ആരും കണ്ടിട്ടില്ല. അതേസമയം നാട്ടുകാരുടെ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ഗോപൻ സ്വാമി കഴിഞ്ഞ 2 വർഷമായി വളരെ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നു. ഈ കിടപ്പിലായിരുന്ന ഗോപൻ സ്വാമി എങ്ങനെയാണ് പത്മപീഠക്കല്ലിൽ പോയി സമാധിയായത് എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ചോദ്യം. മക്കൾ പറയുന്നതനുസരിച്ച് ഈ അച്ഛൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമ്മയോട് പറഞ്ഞിരുന്നു, ഞാൻ മരിക്കാറായി എന്നും ഞാൻ ആ പത്മപീഠക്കല്ലിൽ പോയി സമാധിയാകുമെന്നും ഇത് മറ്റാരെയും അറിയിക്കാൻ പാടില്ലെന്നും ശേഷം അവിടെ പൂജകളും മറ്റു കാര്യങ്ങളും ചെയ്യണമെന്നും ഒക്കെ ഈ ഗോപൻ സ്വാമി മക്കളോടും ഭാര്യയോടും പറഞ്ഞതായി മക്കൾ പറയുന്നു. ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരുന്നൊക്കെ കഴിച്ചതിന് ശേഷം ഗോപൻ സ്വാമി ഈ സമാധിക്കല്ലിൽ പോയി സമാധിയായി എന്നുള്ളതാണ് മക്കൾ പറയുന്നത്. സ്വാഭാവികമായും ഇതോടനുബന്ധിച്ച് വരുന്ന ദുരൂഹത എന്ന് പറയുന്നത് പ്രധാനമായും ഈ സ്വാമി അല്ലെങ്കിൽ ഈ വയോധികൻ കിടപ്പിലായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം എങ്ങനെയാണ് ഈ സ്വയം നടന്നുപോയി സമാധിയായത്? സമാധിയാകുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ അദ്ദേഹം മരുന്നൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഈ സമാധിയാവാൻ പോയത് എന്നാണ് പറയപ്പെടുന്നത്. സാധാരണഗതിയിൽ ഒരാൾ മരുന്ന് കഴിക്കുന്നത് ആരോഗ്യത്തോടെ ജീവിക്കാനാണ്. ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന മനുഷ്യൻ എങ്ങനെയാണ് ഈ പത്മപീഠക്കല്ലിൽ പോയി സമാധിയായത് എന്നതടക്കമുള്ള വലിയ ദുരൂഹത ഇപ്പോൾ നിഴച്ചു നിൽക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടറുടെ നേതൃത്വത്തിലടക്കം ഇന്ന് ഈ പത്മപീഠക്കല്ല് അല്ലെങ്കിൽ ഈ സമാധി സ്ലാബ് പൊളിക്കാനും ശേഷം മൃതദേഹം പുറത്തെടുത്ത പോസ്റ്റ്മോർട്ടം നടത്താനും തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ സ്വാമിയുടെ മക്കളും ഭാര്യയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയതിന് പിന്നാലെ ഈ നീക്കത്തിൽ നിന്ന് ഭരണകൂടം പിന്നോട്ട് പോവുകയായിരുന്നു. ഉന്നത അധികൃതരുമായി സംസാരിച്ചതിന് ശേഷം മറ്റൊരു തീയതിയിലേക്ക് ഈ പോസ്റ്റ്മോർട്ടം ചടങ്ങുകൾ അല്ലെങ്കിൽ ഈ സമാധിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസങ്ങൾക്കെതിരെയാണ് സർക്കാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ പ്രവർത്തിക്കുന്നത് എന്നാരോപിച്ചുകൊണ്ട് ചില സംഘടനകൾ കൂടി രംഗത്തെത്തിയതോടുകൂടിയാണ് നെയ്യാറ്റിൻകരയിലെ ഈ സംഭവം മറ്റൊരു തലത്തിലേക്ക് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഏതായാലും നാട്ടുകാരും ബന്ധപ്പെട്ടവരും പറയുന്നത് ആചാരങ്ങൾക്കോ പൂജകൾക്കോ ഞങ്ങൾ എതിരല്ല, പക്ഷേ ഈ സ്വാമിക്ക് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഈ വയോധികന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നവും ശ്രമവും മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.